ഫാമിലി ആയിട്ടൊരു ബോട്ട് സവാരിയൊക്കെ പോവാണ് ഗൈസ്. അവിടെ എത്തിയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് പിന്നെ അവിടുന്ന് കാണാം. എല്ലാവരും കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ, മറക്കരുത്. താത്താക്കും നല്ലൊരു അനുഭവമായി, അവളെയും കൂട്ടിയിട്ടുണ്ട്. ഫാമിലി പറഞ്ഞാൽ അതൊക്കെ നല്ലൊരു വൈബാണ്. അതൊക്കെ ഒത്തുചേർന്ന് പോകുമ്പോഴാണ് അതിൻ്റെ രസം കിട്ടുന്നത്. അപ്പം നമ്മൾ ഒത്തുചേർന്നാണ് നമ്മളെ പോണത്. സ്നേഹം കൂടാനും അതൊരു കാരണമാകും. അപ്പം മോൻ പറഞ്ഞ മാതിരി നമ്മളൊരു ഫാമിലി ബോട്ട് യാത്രയിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് അരീക്കോട് എടവണ്ണപ്പാറ റൂട്ടിലാണ് കേട്ടോ. മുറിഞ്ഞമാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ബോട്ട് റെഡി ആയിട്ടുള്ളത്. അവിടുന്ന് അതായത് മുറിഞ്ഞമാട്, അതായത് വെട്ടുപാറൻ്റെ അക്കര ആണ് മുറിഞ്ഞാട് സ്ഥലം. മുറിഞ്ഞാട് തന്നെ സ്ഥലം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയ സ്ഥലം കേട്ടോ. ഒരുപാട് ഫാമിലീസ് അവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ. നല്ല അടിപൊളി, നല്ല പച്ചപ്പുള്ളൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. ആ ഒരു ഏരിയ പക്ഷേ ഈ വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ നമ്മൾ അവിടേക്ക് എത്തില്ല, അതിൻ്റെ കുറച്ച് മുന്നെയാണ് ബോട്ട് പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ആ സ്ഥലം പിന്നീട് ഒരിക്കൽ കാണിക്കാം. അല്ല, പിന്നെ മോൻ്റെ ഈ ചാനലിൽ തന്നെ മുന്നേ കാണിച്ചിട്ടുണ്ട്, നമുക്ക് ആ വീഡിയോ ഒരിക്കൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ റോഡാണ്, എന്നാലും വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല നിലയിൽ പോകും. ഈ ഒരു മെയിൻ റോഡ് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ റോഡിലൊരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു വാട്ടർ തീം പാർക്ക് പോലൊരു പാർക്കുമുണ്ട്. നല്ല കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാൻ പറ്റിയൊരു വാട്ടർ പാർക്കുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. ഇത് ഈ ഒരു റൂട്ടിൽ കേട്ടോ. ഏകദേശം അരീക്കോട് നിന്നൊരു 5 കിലോമീറ്റർ അടുത്തുണ്ടാവും മുറിഞ്ഞമാട് എന്ന സ്ഥലത്തേക്ക്. ഏകദേശം ഒരുപാട് ബോട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഏകദേശം ഒരു 60 ആൾക്ക് കപ്പാസിറ്റിയുള്ള ബോട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത്. നമ്മൾ ബുക്ക് ചെയ്ത ബോട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ജാക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സേഫ്റ്റി ജാക്കറ്റ്, അതുപോലെ തന്നെ ഫുഡ് അവരെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തരും. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും, മൈക്ക്, നമുക്ക് പാട്ടുപാടുള്ള മൈക്ക്, കാര്യങ്ങൾ എല്ലാം സെറ്റപ്പോട് കൂടിയിട്ടുള്ള ബോട്ടാണ്. അടിപൊളി ബോട്ടാണ്. നല്ല അവരെ പിന്നെ സ്റ്റാഫും നല്ല നമുക്ക് ഉഷാറായ സ്റ്റാഫുകളാണ് എല്ലാവരും. ഏകദേശം നമ്മളവിടെ ബോട്ടിൻ്റെ അടുത്ത് എത്തി. പിന്നെ നമുക്ക് താഴേക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ താഴേക്ക് ബോട്ടിൻ്റെ അടുത്ത് വരെ വണ്ടി പോകുമ്പോൾ, അതില്ലെങ്കിൽ നമുക്ക് മുകളിൽ പാർക്ക് ചെയ്താൽ നല്ല സൗകര്യമുണ്ട് കേട്ടോ. ബോട്ടാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുന്നേ ജ്യേഷ്ഠനും അനിയന്മാരൊക്കെ കുറച്ച് ആൾക്കാർ മുന്നേ പോയിട്ട് അവിടെ റെഡിയായി അവർ കയറിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ബാക്കിലായിരുന്നു, നമ്മൾ ബോട്ടിൽ കയറാൻ റെഡിയാകും. മോളെ ട്രോളിയിൽ കയറ്റിയിട്ട് വേണം പോകാൻ. മോളെ ട്രോളിൽ ഇറക്കി റെഡിയാക്കി ഉള്ളിൽ ഏകദേശം എല്ലാവരും റെഡിയായി നമ്മളെ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് ആൾക്കാരോട് കയറാണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ടാക്കിട്ടോ. അപ്പം ചാലിയാറിൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്ക് പിന്നെ കിട്ടിയൊരു കാലാവസ്ഥ അന്ന് നല്ലൊരു കാലാവസ്ഥയാണ്, സൂപ്പർ കാലാവസ്ഥയാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല വെയിലിനി, ഒന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ദിവസം ഇനി. അപ്പോൾ ഒരു മൂടിക്കെട്ടൊരു അന്തരീക്ഷത്തിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അടിപൊളി നല്ല കാലാവസ്ഥ, വെയിലില്ല, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴയും കൂടി പെയ്ത് അടിപൊളിയാവും. അപ്പോൾ നമ്മളെ യാത്ര ആരംഭിച്ചു. നമ്മൾ സാധാരണഗതിയിൽ ഇതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ മുറിഞ്ഞമാടുന്ന് എടവണ്ണ വരെയാണ് പോക്ക്. പക്ഷേ നമ്മളിപ്പോൾ പന്നിപ്പാറ, അതായത് പൊട്ടി വരെ പോകാൻ പറ്റുള്ളൂ ഈ ടൈമിൽ. എന്താ വെച്ചാൽ വെള്ളം കുറവായതുകൊണ്ട്, വലിയ ബോട്ടായതുകൊണ്ട്, അടി തട്ടുന്നുണ്ട്. ഇപ്പം നമ്മളെ റൂട്ട് മാറ്റിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കോഴിക്കോട് ഊർക്കടവില്ല, ഊർക്കടവ് പാലം വരെ പോയി അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്ന് പിന്നെ പൊട്ടി വരെ, പന്നിപ്പാറ പൊട്ടി വരെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുന്ന ഒരു റൂട്ടാണ് ഇപ്പോൾ അവർ ഫിക്സ് ചെയ്തത് കേട്ടോ. ഇനി ഉണ്ടാവുമല്ലോ അല്ലേ, പിന്നെ വെക്കാം. ചോദിച്ചപ്പോ അപ്പോൾ നമ്മൾ പിന്നെ കൂളിമാട് പാലല്ലേ, കൂളിമാട് പാലാട്ടോ ഈ കാണുന്നത്. ഫസ്റ്റ് നമ്മളെ ഇങ്ങോട്ട് ഊർക്കടവ് പാലത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴുള്ള ഫസ്റ്റ് പാലാണ് കൂളിമാട് പാലാണ്. ഈ റൂട്ട് നമുക്ക് പോകുമ്പം കൂളിമാട് പാലം കിട്ടി. അതിൻ്റെ ശേഷം പിന്നെ നമുക്ക് കിട്ടുന്നൊരു പാലം ഏതാ വെച്ചാൽ, പിന്നെ കിട്ടുന്ന പാലം നമുക്ക് എളമരം പാലം. അതിൻ്റെ ശേഷമാണ് നമുക്ക് ഊർക്കടവ് പാലത്തിൻ്റെ അടുത്തെത്തുന്നത്. ആ ഊർക്കടവ് പാലത്തിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ബോട്ട് റിട്ടേൺ അടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ വരിക. പിന്നെ നമുക്ക് ഇതിൻ്റെ നമ്മൾ ബോട്ട് ബുക്ക് ചെയ്യുമ്പോൾ അതിൽ കൂടെ ചായ ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചായ ഒരവിടെ ഫ്രീ ആണ്, ചായ ഒരു സ്നാക്സും. ഓക്കെ, പിന്നെ ഈ കാണുന്ന പാലാണ് എളമരം പാല കേട്ടോ. ഈ ഒരു നമുക്ക് എളമരം പാല, ഈ എളമരം പാലം കഴിഞ്ഞിട്ടാണ്. ഇതാണ് ഊർക്കടവ് പാല കേട്ടോ. ഊർക്കടവ് പാലം അവിടെ ഷട്ടർ ഒക്കെ താത്തിയിട്ടൊക്കെയാണ്, 2 ഷട്ടറൊക്കെ നമ്മൾ പൊക്കിയിട്ടുള്ളൂ. നമ്മളവിടുന്ന് തിരിച്ചിട്ട് നമ്മൾ വന്ന ഏരിയക്ക് തന്നെ നമ്മളങ്ങനെ തിരിച്ചു പോകും കേട്ടോ. ഓക്കെ, ഊർക്കടവ് പാലം മറ്റേ ഇവിടെയായിട്ട് ഷട്ടറൊക്കെ താത്തി ഇട്ടിട്ടുണ്ട്. 2 ഷട്ടർ തുറന്നിട്ടുള്ളത്. ഇതിന് അങ്ങോട്ട് എന്തായാലും നമുക്ക് ഒന്നിനും പോകാൻ കഴിയില്ല, ഷട്ടർ ഇല്ലോണ്ട്. അപ്പോൾ നമ്മളെ കുറേ ആൾക്കാർ പാട്ടൊക്കെ പാടിയിട്ടോ. പിന്നെ പാട്ട് വെച്ചിട്ടില്ല, എന്താ വെച്ചാൽ കോപ്പിറൈറ്റ് ഉണ്ടായതുകൊണ്ട് അത് അപ്പോൾ കട്ടാക്കിയിട്ടിട്ടല്ലേ. ഓക്കെ, നല്ലൊരു അടിപൊളി മഴ വന്നു. വാ, അതൊരു വൈബ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അത് നമ്മളെ സംഘാടകർ ബോട്ടിലെ ആൾക്കാർ പറഞ്ഞ് നിങ്ങൾക്ക് നല്ലൊരു ചാൻസ് കിട്ടി, ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയില്ല. എന്താ വെച്ചാൽ നമുക്ക് ഊട്ടിക്കൊക്കെ പോയ മാതിരിയുള്ള കോടമഞ്ഞും നല്ല മഴയും അടിപൊളി വൈബ് പറഞ്ഞാൽ അടിപൊളി വൈബിലാണ് കേട്ടോ. സൂപ്പർ, എല്ലാവരും എൻജോയ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ മഴയും അതുപോലെ തന്നെ ആ ഒരു ചെറിയ ഈ മഴൻ്റെ വൈബ് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രക്കും നമ്മളെല്ലാവരും അടിപൊളിയായിട്ടൊരു ആസ്വദിച്ച കേട്ടോ. സൂപ്പറായിട്ട്.
അതിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടത് ലിനുമോളാട്ടോ. അത് ട്രോളിൽ നിന്നിട്ട് ഈ പാട്ടും ഡാൻസും കണ്ടും ഒക്കെ ഒരു പ്രത്യേക സന്തോഷത്തിൻ്റെ ദിവസമാണ്. അടിപൊളിയായി അവളെ ചിരിയും കളിയായിട്ട് ഓള് മുന്നോട്ട് പോകുന്നു. നല്ല ഡാൻസും കണ്ടിട്ടും കേട്ടിട്ടുള്ള സൗണ്ടൊക്കെ കേട്ടിട്ട് നല്ല ഉഷാറായിട്ട് അവളെ എൻജോയ് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട്. മക്കളൊക്കെ എന്താന്ന് ചെറിയ ചാറ്റൽ മഴ പുറത്തും പാട്ടിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുന്നവരുണ്ട്. വലിയവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. സൂപ്പറാണ്. ഏതായാലും അതൊരു സംഭവമാണ് ഈ ഒരു ബോട്ട് യാത്ര. നമ്മൾ ഫാമിലിയോടൊപ്പം പോയിട്ട് മൊത്തത്തിൽ പോകുമ്പോൾ അതൊരു എന്താ പറയുക, നമ്മളൊരു എൻജോയ്മെൻറ്റ് ചെയ്യുന്നൊരു ടൈമാണ്. മഴ പിന്നെയും കൂടി വരികയാണ് കേട്ടോ. അടിപൊളിയായിട്ട് മഴ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ന് റെഡ് അലർട്ട് ആയതുകൊണ്ടേ അതിൻ്റെതായൊരു മഴ നല്ലോണ്ട്, അടിപൊളി. പ്രത്യേക കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ചാലിയാർപ്പുഴയിലൂടെ പോകുമ്പോൾ മൊത്തം നമ്മൾ കാലാവസ്ഥ വെയിലാണെങ്കിൽ നല്ല ചൂടായിരിക്കുമല്ലോ. പക്ഷെ ആ ഒരു പ്രശ്നമില്ലാതെ ഈ മഴ ചെയ്തുകൊണ്ട് നല്ലൊരു അടിപൊളി വൈബ്, സൂപ്പർ വൈബ്. മഴ പെയ്ത നേരം, മലർപൂത്ത നേരം, റിംഗ് മത്സരം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ എല്ലാമായ നമ്മുടെ പ്രിയങ്കരനായ ഉമ്മാനെ ആദരവോട് ക്ഷണിക്കുന്നു. പിന്നെ നമ്മളെ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഉദ്ഘാടനം ചെയ്ത ഗെയിം ഇങ്ങനെ ഈ ബോളിങ്ങനെ കൈമാറുന്ന ഗെയിം ആക്റ്റീവായിട്ട് നല്ലൊരു എല്ലാവരും വട്ടത്തിലിരുന്നിട്ട് മൊത്തത്തിലൊരു കൈമാറി പോവുക. മ്യൂസിക് വെച്ചിട്ടാണ് കൈമാറുന്നത് കേട്ടോ. അപ്പോൾ അത് എപ്പോഴാണ് മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുന്നത്, ആരാ പോകണമെന്ന് വെച്ചാൽ അവരടുത്ത് ആ ഒരു ഔട്ടാവും. അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. മാനാട് കൺട്രോൾ ചെയ്യണേ. പിന്നെ എല്ലാവരും ഗെയിമിലെല്ലാം നല്ല എൻജോയ് ചെയ്ത് പങ്കെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എടുത്ത് പറയുന്നത് നമുക്ക് ഈ ബോട്ടിലെ സ്റ്റാഫാണ് നല്ല, നമ്മൾ എല്ലാത്തിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തി. കയറിയ സ്ഥലത്ത് തന്നെ നമ്മൾ ഭക്ഷണം വരെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം ഒരു ഭക്ഷണത്തിൻ്റെ നമ്മളെ ടൈമാണ്. ഇനി നമുക്ക് ഭക്ഷണമൊക്കെ റെഡിയാക്കി ഒക്കെ സെറ്റപ്പാക്കി ടേബിളൊക്കെ വെച്ച് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ നിസ്കരിക്കാം. അതിൽ സൗകര്യമുണ്ട് നിസ്കരിക്കാൻ. അവിടെ നിസ്കരിക്കാം. പിന്നെ പുറത്ത് അവർക്ക് അവിടെ വീട് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്, അവിടെ പോയിട്ട് നിസ്കരിക്കാം. നമ്മളെല്ലാം അവിടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പള്ളിയുണ്ട്. പിന്നെ അവിടെ നിസ്കരിക്കാം. ബാത്റൂം, ഹാൻഡ് വാഷ്, പിന്നെ കാര്യങ്ങളൊക്കെ ഈ ബോട്ടിൽ സൗകര്യമായിട്ടുണ്ട് കേട്ടോ. സൗകര്യങ്ങളുണ്ട്. ഇവിടുന്ന് നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. മാത്രമൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ എല്ലാം നല്ല ഉഷാറാണ് ബോട്ടിൽ ഉള്ളിൽ കേട്ടോ. ഓക്കെ. പിന്നെ അവർ ഭക്ഷണമൊക്കെ ഉമ്മാൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഉമ്മ പിന്നെ പുറത്ത് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഉമ്മ ഇവിടെ നിന്ന് നിസ്കരിച്ചൊക്കെയാണ്.
അപ്പോൾ ഭക്ഷണമൊക്കെ കുട്ടികൾക്കെല്ലാം കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ പുറത്ത് പോയിട്ടുണ്ടായിന്. ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ അവരോട് പറഞ്ഞത്. അവരെല്ലാം നമ്മൾ വരുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കി ഭക്ഷണം, നമ്മൾ സ്കെച്ച് വരുമ്പോഴത്തേനും ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ടൈമാണ്. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ പിന്നെ കുട്ടി ഇടവണ്ണ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, മഴയൊക്കെ ഏകദേശം ചോർന്നിട്ടുണ്ട്. ഇടവണ്ണ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇടവണ്ണ പോയി നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടവണ്ണ അറ്റം പോകില്ല, നമ്മൾ പൊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് തിരിക്കും. കാരണം എന്താ വെച്ചാൽ അവിടെ വെള്ളം കമ്മിയായതുകൊണ്ട് തട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ലിനുവിൻ്റെ ഫുഡിൻ്റെ ടൈമാണ്. അപ്പോൾ ലിനുവിന് എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നേ, അവർക്ക് ലിക്വിഡായിട്ടുള്ളത് അവർക്ക് കഴിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഓളെ ടൈമാണ്, അവൾക്ക് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള ലിനുവിനുള്ള ഭക്ഷണം അവർ തന്നേനെ കേട്ടോ. അപ്പോൾ അവൾക്ക് പിന്നെ പാർസലാക്കി കൊണ്ടുവന്നു. അവിടെ നിന്നില്ല ഫുഡ് നമ്മൾ പാർസലാക്കി, പിന്നെ അവർക്ക് കൊണ്ടുവന്ന ഫുഡ് അവർക്ക് കൊടുത്ത്. ഓക്കെ, ഇത് നമ്മൾ അരീക്കോട് പത്തനാപുരം പാലെത്തിട്ടോ. പിന്നെ വെള്ളത്തിൻ്റെ കളറ് മാറുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മുകളിൽ നല്ല മഴ ഉണ്ട് തോന്നുന്നു. ഇവിടെ ചെറിയ ചാറ്റിൽ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. കളറ് കണ്ടോ, ഇങ്ങനെ വെള്ളം കളറ് മാറി മാറി വരുന്നുണ്ട്. കാലാവസ്ഥ കുറച്ചുകൂടി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് തോന്നുന്നു. ഇതൊരു തൂക്കുപാലാണ് കേട്ടോ. നമ്മളെ മൂർക്കനാടുക്കില്ല, അരികോട് നിന്ന് മൂർക്കനാടുക്ക് ഒരു തൂക്കുപാലം ഉണ്ടായിരുന്നില്ല. അത് അന്ന് നമ്മളൊരു നല്ലൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നല്ലോ, അന്ന് തകർന്നതാണ് സംഭവം. ഓക്കെ, പിന്നെ പുതുക്കി പണിഞ്ഞിട്ടൊന്നുമില്ല, അതിപ്പോഴും അതേ ഒരു രൂപത്തിൽ തന്നെ നിൽക്കുകയാണ്. വെള്ളത്തിൻ്റെ കളർ മാറിയുണ്ട് കേട്ടോ. നല്ല മുകൾക്ക് നല്ല മഴയുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ പൊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ചു കേട്ടോ. നല്ല മഴയാണ്, അടിപൊളി മഴയാണ്. അപ്പോൾ നല്ല ഒഴുക്കും അധികമായിട്ട് വരുന്നുണ്ട് എന്നൊരു ഡൗട്ട് വന്നുകൊണ്ട് കൂടി നമ്മൾ തിരിച്ച് പൊട്ടിയിൽ നിന്ന് ഇവിടെ തിരിച്ചു പോകുന്നു. നമ്മളെ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളെ ചാലിയാറിൻ്റെ പിന്നെ സൗന്ദര്യം നമ്മൾ അറിയുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ നമ്മളെ തൊട്ടടുത്തുണ്ടായിട്ട് നമ്മൾ ഇതുവരെ കാണാതെ പോയി എന്നുള്ളത്. കാരണം നമ്മൾ റോട്ടിൽ കൂടെ ഇങ്ങനെ പോവല്ലേ, ഇത് ഒരു ബോട്ടിലിങ്ങനെ പോകുമ്പോൾ ചാലിയാറിൻ്റെ ആ രണ്ട് സൈഡിലുള്ള പച്ചപ്പും കാര്യങ്ങളും നമ്മളെ റോഡും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്.
കുട്ടികളുടെ കുളങ്കര പിന്നെ ഗെയിമില്ല, അത് ഒരുപാട് നീണ്ടുപോയി. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ നമ്മളെ മുമ്പത്തെ മാതിരി കുട്ടികളെ നല്ല ശ്രദ്ധിച്ചൊരു ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അത്രക്കും ശ്രദ്ധിച്ച് അവർ മുന്നോട്ട് പോകുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത്രക്കും അവർ കണ്ണിങ്ങാണ് ആ ഒരു കാര്യത്തിൽ. അപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയി, എല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അടിപൊളി ഒരു ഗെയിമായിരുന്നു കുട്ടികൾ, അടിപൊളി ഉഷാറായി. ഏകദേശം നമ്മൾ പിന്നെ സ്റ്റോപ്പ് ചെയ്യാനായി, നിർത്താനായി. ഏകദേശം നമ്മൾ അങ്ങോട്ട് അടുത്തുകൊണ്ട് നിൽക്കുകയാണ്. നല്ലൊരു പിന്നെ മഴ വരുന്നുണ്ട്. ഓ, കുട്ടിയ കുപ്പായം മുടുത്ത മണ്ടണ. അപ്പോൾ ഏകദേശം നമുക്ക് 4:30 മണിയായി. ഇപ്പോൾ നമ്മൾ ഏകദേശം ഈ ബോട്ട് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മണി വരെയാണ് വരെ ടൈം. അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അടിച്ച് പൊളിച്ച് ഒരു ദിവസം അടിപൊളി ഒരു പകൽ 10 മണി മുതൽ 9 മണി മുതൽ 4 മണി വരെ എല്ലാവരും അടിച്ച് പൊളിച്ച് ഫാമിലിയായിട്ട് സൂപ്പറാക്കിയിട്ട് കുട്ടികളും വലിയവരും പിന്നെ എല്ലാവരും എൻജോയ് ചെയ്ത് അടിപൊളി ഒരു അനുഭവമായിരുന്നു ഇത്. എല്ലാവരും ഒന്ന് പിന്നെ ശ്രമിക്കുക. പിന്നെ ബോട്ടിൻ്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ നേരത്തെ ബുക്ക് ചെയ്യണം. സൺഡേസ് ദിവസമാണ്, അതായത് ഒഴിവ് ദിവസങ്ങളിലൊക്കെ ബുക്കിംഗ് ആയിരിക്കും. അപ്പോൾ കുറച്ച് മുന്നേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് സീറ്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് എൻജോയ് ചെയ്യുക, അടിച്ച് പൊളിച്ചിട്ട് വരിക ഒരു ദിവസം. ഓക്കെ, ഇതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പിന്നെ ജസ്റ്റ് കമൻറ്റിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. ഫുഡും അവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ഉച്ചയ്ക്കുള്ള ഫുഡ് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. അവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഫുഡ് നമുക്ക് വണ്ടിക്ക് എത്തിച്ച് തരും. ഓക്കെ, എന്തായാലും അൽഹംദുലില്ലാ നല്ല ഉഷാറായിട്ട് അടിച്ചുപൊളിയായിട്ട് എല്ലാവരും പിന്നെ അന്നത്തെ ദിവസം സൂപ്പറാക്കി കളറാക്കി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഷെയറായിട്ട്